ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പർപ്പസ് എന്നറിയാം. അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ ഡയറക്റ്റ് റിലീസ് ഓഫ് എ പേഴ്സൺ ഡിറ്റൈൻഡ് അൺലോഫുള്ളി എന്നാണ്. അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ വിട്ട് കിട്ടുക എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. ആർക്ക് എഗെയിൻസ്റ്റ് ആണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന റിറ്റ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെ കവർ ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, നമുക്ക് വരാൻ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് നോക്കി സെലക്ട് ചെയ്തിട്ട് ഉള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ക്ലാസ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ക്ലാസ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ റെയർ ആണ്. എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് റെഗുലർ ആയിട്ട് പഠിക്കുന്നവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നന്നായിട്ട് അറിയാം. അപ്പം നമുക്കിതിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിച്ച് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്? ദ ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഇക്വാലിറ്റി. അവിടെ നമ്മൾ ആർട്ടിക്കിൾ 14 to 18, നമ്മൾ നോർമലി ആർട്ടിക്കിൾ 14 സമത്വം എന്നാണ് നോർമലി നമ്മൾ ഓർത്ത് വെക്കുക. സോ യു ഹാവ് ടു റിമെമ്പർ ആർട്ടിക്കിൾ 14 to 18 ബിക്കോസ് ഇപ്പം നമുക്ക് വേറെ ഒരു 4 ആർട്ടിക്കിൾ 14 to 18 വരെയുള്ള ഒരു 4 കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇക്വാലിറ്റിയിൽ ഇല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വരുമ്പം ആർട്ടിക്കിൾ 14 മാത്രം നമ്മൾ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മിസ്സാവും. സോ ആർട്ടിക്കിൾ 14, 15, 16, 17, 18 വരെ ഇക്വാലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ അൺടച്ചബിലിറ്റി ഒക്കെ വരുന്നത്, തൊട്ടുകൂടായ്മ നിരോധനം ഒക്കെ പറയുന്നത് ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾസിന്റെ നമ്പേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. സെക്കൻഡ് വൺ, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 to 22 ആണ്. ആർട്ടിക്കിൾ 19 to 22 വരെ വരുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എല്ലാം കംസ് അണ്ടർ റൈറ്റ് ടു ഫ്രീഡം, ഇതിൽ വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഫ്രീഡം എന്ന് പറയുന്ന ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വായിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ 19, 20, 21, 22 വരെയുള്ള ആർട്ടിക്കിൾസ് എവിടെ വരുന്നതാണ്? റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ്. ഓക്കെ, തേർഡ് വൺ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 and 24 ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അവിടെ ആർട്ടിക്കിൾ 25 നമ്മൾ പെട്ടെന്ന് പഠിക്കാറുണ്ട്. 25, 26, 27, 28 വരെ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് 28 വരെ. ദെൻ ഫിഫ്ത്ത് വൺ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. നമ്മുടെ ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾസ് ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30. സോ ന്യൂനപക്ഷങ്ങളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് താഴെ തന്നിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാലും 29 ഉം 30 ഉണ്ടെങ്കിൽ അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണവുമായിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. സോ ദർ ആർ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കറന്റ്ലി. നമുക്കറിയാം ആക്ച്വൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദർ വെർ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെ? ഒരെണ്ണം മാറ്റിയതാണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് കംസ് അണ്ടർ പാർട്ട് 3. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന ഭാഗം ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് ഇത് നമ്മൾ എടുത്ത് മാറ്റിയത്. ഇൻ അവർ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ വെർ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മളന്ന് റിമൂവ് ചെയ്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. ആർട്ടിക്കിൾ 31 ആണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ 44th അമെൻമെന്റ്. സോ 44th അമെൻമെന്റിലാണ് ആർട്ടിക്കിൾ 31 നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് മാറ്റിയിട്ടുള്ളത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3യിൽ വരുന്നു. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിലെ സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31 അവിടുന്ന് റിമൂവ് ചെയ്തു. നൗ ദർ ആർ ഓൺലി 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 31 അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത് ഏത് അമെൻമെന്റ് ആണ്? 44th അമെൻമെന്റ് 1978. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് എ ലീഗൽ റൈറ്റ്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, റൈറ്റിൽ വരുന്നതല്ല. ഇറ്റ്സ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A വിച്ച് ഇസ് പാർട്ട് 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനുള്ള പ്രോബബിലിറ്റി ഉള്ളതാണ്. പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ 44th അമെൻമെന്റ് ഇൻ 1978ലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത്. റൈറ്റ് ടു പ്രോപ്പർട്ടി നൗ ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് ആൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? അത് വരുന്നത് ആർട്ടിക്കിൾ
300A വരുന്നത്. ആർട്ടിക്കിൾ 300A ആണ്. ഓക്കെ, നൗ റിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ്. റിറ്റ്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയേഴ്സിലൊക്കെ റിറ്റ്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം വാട്ട് ഇസ് റിറ്റ്. റിറ്റ് ഇസ് എ ലീഗൽ ഓർഡർ ബൈ എ കോർട്ട് ഓഫ് ലോ, അല്ലെ? ഒരു കോർട്ട് ഓഫ് ലോയുടെ നിയമത്തിന് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് ഈ റിറ്റ് എന്ന് പറയുന്നത്. റിറ്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഓൺലി സുപ്രീം കോർട്ട്, ഓൺലി ഹൈക്കോർട്ട്, ബോത്ത് എന്നൊക്കെ ചോദിക്കാം. റിറ്റ് എന്ന് പറയുമ്പോൾ റിറ്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ഉണ്ട്. ആൻഡ് യു ഹാവ് ടു നോട്ട് ഡൗൺ ദ ആർട്ടിക്കിൾസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോർട്ട് റിറ്റ് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 32. ആൻഡ് ഹൈക്കോർട്ടിന് റിറ്റ് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 226. ഓക്കെ, സോ ഇതും നമുക്ക് ചോദിക്കാറുണ്ട്. റിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗലികാവകാശങ്ങളിൽ നമ്മൾ 6th കണ്ടല്ലോ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അവിടെ വരുന്നതാണ് റിറ്റ്. ഓക്കെ, നമുക്ക് ഭരണഘടനാപരമായ പരിഹാരം നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മൾ കോടതിയിൽ പോകുമ്പം കോടതി അതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ലീഗൽ ഓർഡർ ആണ് റിറ്റ് എന്ന് പറയുന്നത്. ഈ റിറ്റ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇഷ്യൂ ചെയ്യാം. സുപ്രീം കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32 ആൻഡ് ഹൈക്കോർട്ടിൻ്റെ ആർട്ടിക്കിൾ 226. ഓക്കെ, നൗ ഈ റിറ്റ്സ് ഏതൊക്കെയാണ്? ആ റിറ്റ്സ് ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യണത്, റിറ്റ്സിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇവിടെ നിന്ന് പല രീതിയിൽ മറിച്ചും തിരിച്ചും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തോ. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ്. എല്ലാവർക്കും അറിയായിരിക്കും ഹേബിയസ് കോർപ്പസ്, അല്ലെ? എന്താണ്? ഇറ്റ് ഡയറക്ട് ദ റിലീസ് ഓഫ് എ പേഴ്സൺ ഡിറ്റൈൻഡ് അൺലോഫുള്ളി. അതായത് അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ വിട്ടുകിട്ടാനുള്ള അവകാശമാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പബ്ലിക് അതോറിറ്റീസ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. ആർക്കെതിരെയും നമുക്ക് ഈ കോടതിയുടെ അടുത്ത് പോയിട്ട് ഈ റിട്ട് വാങ്ങാം. അതായത് ഒരു വ്യക്തിയെ അനധികൃതമായിട്ട് തടഞ്ഞു വെച്ചാൽ കോടതി അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ്. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ആർക്കൊക്കെയാണ്? പബ്ലിക് അതോറിറ്റീസ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് പ്രത്യേകം നോട്ട് ചെയ്യണം ഏത് റിറ്റാണ് പറഞ്ഞത്, ഹേബിയസ് കോർപ്പസ്. ഓക്കെ, നൗ മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്. മൈൻഡിൽ മാൻഡമസ് കമാൻഡ് അത് എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചോളാം. വാട്ട് ഈസ് മാൻഡമസ്? ഡയറക്റ്റ് പബ്ലിക് അതോറിറ്റി ടു ഡു ഇറ്റ്സ് ഡ്യൂട്ടി. ഒരു ഉദ്യോഗസ്ഥനോട് സ്വന്തം ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി പറയുന്ന, അദ്ദേഹത്തിന് ജോലി ചെയ്യാനായിട്ട് കമാൻഡ് ചെയ്യുന്ന ഒരു റിറ്റാണ് മാൻഡമസ് എന്ന് പറയുന്നത്. സോ ഒരു പബ്ലിക് അതോറിറ്റിയുടെ അയാളുടെ ഡ്യൂട്ടി ചെയ്യാനാണ് പറയുന്നത്. സോ ഇത് ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ പബ്ലിക് ബോഡി, ഒരു പബ്ലിക് ബോഡി, then a corporation, an inferior court, a tribunal, government. ഇത്രയും പേർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പബ്ലിക് ബോഡി, a corporation, an inferior court, tribunal ആൻഡ് ഗവൺമെന്റ്. അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും ഉള്ള ഒരു ഉദ്യോഗസ്ഥനോട് അയാളുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യുന്ന റിട്ടാണ് ഇത് മാൻഡമസ്. ഓക്കെ, തേർഡ് വൺ കോവാറന്റോ. കോവാറന്റോ ഡയറക്റ്റ് എ പേഴ്സൺ ടു വെക്കേറ്റ് ആൻ ഓഫീസ് അസ്യൂംഡ് റോങ്ഫുള്ളി. അയാൾക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറാനായിട്ട് പറയുന്ന റിട്ടാണ് ഇത് കോവാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, റോങ്ഫുള്ളി അയാൾ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ ആ പേഴ്സണോട് ഇറ്റ് ഡയറക്റ്റ് ടു വെക്കേറ്റ് ദ ഓഫീസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ദ ഹോൾഡർ ഓഫ് എ പബ്ലിക് ഓഫീസ്. ഇറ്റ് കാൺ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഓർ മിനിസ്റ്ററിയൽ ഓഫീസ്. ശ്രദ്ധിക്കണം, ഈ കോവാറന്റോ എന്ന് പറഞ്ഞ റിട്ട് നമ്മുടെ ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് കാൺ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ്. നോർമൽ കേസിൽ ഒരു പ്രൈവറ്റ് മെമ്പർക്കോ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ ഓഫീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോവാറന്റോ എന്ന് പറഞ്ഞ് റിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി പ്രൊഹിബിഷൻ ആൻഡ് സെർഷ്യോറി ഒരുമിച്ച് പഠിക്കുക. ദീസ് ടു റിറ്റ്സ് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആൻഡ് സെർഷ്യോറി, ഇത് രണ്ടും ആക്ച്വലി ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പ്രൊഹിബിഷൻ, ഇറ്റ് പ്രൊഹിബിറ്റ് എ ലോവർ കോർട്ട് ഫ്രം പ്രൊസീഡിങ്സ് ഓൺ എ കേസ്. ഒരു ഹയർ കോർട്ട് ഒരു ലോവർ കോർട്ടിന് കൊടുക്കുന്നതാണ്. ഒരു കേസിന്റെ പ്രൊസീഡിങ്സ് അയാളെ എന്ത് ചെയ്യാണ്? പ്രൊഹിബിറ്റ് ചെയ്യാണ്. വോട്ട് യു മീൻ ബൈ പ്രൊഹിബിറ്റ്? അയാൾ തടയാണ്. ഒരു കേസ് ലോവർ കോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ ഒന്ന് പ്രൊഹിബിറ്റ് ചെയ്യാണ് ഹയർ കോർട്ട് വന്നിട്ട്. ഓക്കെ, ഇറ്റ് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് കോസി ജുഡീഷ്യൽ അതോറിറ്റീസ് എന്നുള്ളതാണ്. ജുഡീഷ്യൽ ആൻഡ് കോസി ജുഡീഷ്യൽ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട റിറ്റ് ഏതാണ് താഴെ തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഇതിനു മുന്നേ കണ്ടത് വന്നിട്ടില്ല. ഏത്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ. ഇവിടെ പ്രൊഹിബിഷനും സെർഷ്യോറിയും മസ്റ്റ് ആയിട്ടും ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ഓർ കോസി ജുഡീഷ്യൽ അതോറിറ്റീസ് എന്നാണ് പ്രൊഹിബിഷൻ പറഞ്ഞിട്ടുള്ളത്. സെർഷ്യോറി അതും ഒരു ഹയർ കോർട്ടിൽ നിന്ന് ലോവർ കോർട്ടിലോട്ട് കൊടുക്കുന്നതാണ്. ആ ഹയർ കോർട്ട് റിമൂവ്സ് ദ പ്രൊസീഡിങ്സ് ഫ്രം ലോവർ കോർട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ബിഫോർ ഇറ്റ് സെൽഫ്. അതായത് ഒരു ഹയർ കോർട്ട് ഒരു ലോവർ കോർട്ടിനോട്ട് പറയുകയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന്
അത് സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് ബ്രിങ് ഇറ്റ് ബിഫോർ ഇറ്റ് സെൽഫ്, അത് തിരിച്ച് അത് ഹയർ കോർട്ടിലിട്ട് കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ, പ്രൊഹിബിറ്റ് എന്നൊരു മീനിങ്ങേ ഉള്ളൂ, സ്റ്റോപ്പ് ചെയ്യുക, ആ കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം കൂടെ കാണുകയാണ്, സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങോട്ട് തരിക, അത്രയും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രൊഹിബിറ്റ് എ ലോവർ കോർട്ട് ഫ്രം പ്രൊസീഡിങ്സ് ഓൺ എ കേസ് എന്ന് പറയുന്നത് പ്രൊഹിബിഷനും, ഹയർ കോർട്ട് റിമൂവ്സ് ദ പ്രൊസീഡിങ്സ് ഫ്രം ലോവർ കോർട്ട്, അതിനെ റിമൂവ് ചെയ്തിട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ബിഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നതാണ് ഇത് സെർഷ്യോറി എന്ന് പറയുന്നത്. സെർഷ്യോറി ആർക്ക് അഗെയിൻസ്റ്റ് ആണ് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് കോസി ജുഡീഷ്യൽ അതോറിറ്റീസ് ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ഓക്കെ, ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് കോസി ജുഡീഷ്യൽ അതോറിറ്റീസ്. ഇനി ഇതിനായുമായിട്ട് ബന്ധപ്പെട്ട ജുഡീഷ്യൽ ആൻഡ് കോസി ജുഡീഷ്യൽ അതോറിറ്റീസിന് അഗെയിൻസ്റ്റ് മാത്രമാണ്. നോട്ട് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെർഷ്യോറി ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി, സെർഷ്യോറി ക്യാൻ ബി ഇഷ്യൂഡ് ഈവൻ അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്, അവർക്കെതിരെയും ഇത് ഇഷ്യൂ ചെയ്യാം, അഫക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസിന്റെ റൈറ്റിനെ, അവരുടെ അവകാശങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന കേസിൽ. ഓക്കെ, അപ്പം നമ്മൾ 5 റിറ്റ്സ് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പർപ്പസ് എന്നറിയാം. അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ ഡയറക്റ്റ് ദ റിലീസ് ഓഫ് എ പേഴ്സൺ ഡിറ്റൈൻഡ് അൺലോഫുള്ളി എന്നാണ്. അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ വിട്ടുകിട്ടുക എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. ആർക്ക് എഗെയിൻസ്റ്റ് ആണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന റിറ്റ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി മാൻഡമസ് എന്താണ്? ഒരു ഉദ്യോഗസ്ഥനോട് പറയുകയാണ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി എന്നുള്ളതാണ്. ഇറ്റ് ഡയറക്റ്റ് പബ്ലിക് അതോറിറ്റി ടു ഡു ഇറ്റ്സ് ഡ്യൂട്ടി എന്നുള്ളതാണ്. അവിടെ പബ്ലിക് ബോഡി, കോർപ്പറേഷൻ, ഇൻഫീരിയർ കോർട്ട്, ട്രൈബ്യൂണൽ, ഗവൺമെന്റ്, ഇത്രയും പേർക്ക് എഗെയിൻസ്റ്റ് അത് ഇഷ്യൂ ചെയ്യാം. തേർഡ് വൺ കോ വാറന്റോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്റ്റ് എ പേഴ്സൺ ടു വെക്കേറ്റ് ആൻ ഓഫീസ് അസ്യൂംഡ് റോങ്ഫുള്ളി. അദ്ദേഹത്തിന്റെ അർഹത അല്ലാത്ത ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ അത് വെക്കേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇറ്റ് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ദ ഹോൾഡർ ഓഫ് എ പബ്ലിക് ഓഫീസ്. അവിടെ ശ്രദ്ധിക്കണം, ഇറ്റ് കാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഓർ മിനിസ്റ്റീരിയൽ ഓഫീസ്. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റണം. ആ രീതിയിലായിരിക്കും നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരുവാണ്, കോ വാറന്റോ ദിസ് റിറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഓർ മിനിസ്റ്റീരിയൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ നോ, ഇറ്റ് കാണ്ട്, അല്ലെ? പ്രൈവറ്റ് ഓർ മിനിസ്റ്റീരിയൽ ഓഫീസിന് അഗെയിൻസ്റ്റ് എടുത്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയണം മാൻഡമസ് ക്യാൻ ഇഷ്യൂ ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ഓർ കോസി ജുഡീഷ്യൽ ബോഡീസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അപ്പൊ നോ, ട്രൂ അല്ല, അല്ലെ? കാരണം മാൻഡമസ് ഒരു ജുഡീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്ക്ക് അഗെയിൻസ്റ്റ് വരുന്ന റിട്ട് അല്ല. മാൻഡമസ് ക്യാൻ ഇഷ്യൂ അഗെയിൻസ്റ്റ് പബ്ലിക് ബോഡി, കോർപ്പറേഷൻ ആൻഡ് ഇൻഫീരിയർ കോർട്ട്, ട്രിബ്യൂണൽ, ഗവൺമെന്റ്. ഓക്കെ, ഇനി ഏതാണ് ക്യാൻ ഇഷ്യൂ ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്? ദ പ്രൊഹിബിഷൻ ക്യാൻ ഇഷ്യൂ ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ആണ്. ആൻഡ് സെർഷ്യോറി എന്ന് പറയുമ്പോൾ ദാറ്റ് ഓൾസോ ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ആണ്. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഈവൻ അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് അഫക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും റിറ്റുകൾ വരുന്നത് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ളത് ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതിയുടെ അധികാരം ആർട്ടിക്കിൾ 226 ആണ്. ഓക്കെ, റിട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ during national emergency all the fundamental rights can also be suspended except the rights provided under article 20 and 21. another important question ആണ്, നമ്മുടെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ എമർജൻസി വരുമ്പോൾ, അതായത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ ഏതൊക്കെ മൗലിക അവകാശങ്ങളാണ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എല്ലാം സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നോട്ട് ചെയ്യണം. ഡ്യൂറിങ് നാഷണൽ എമർജൻസി ഓൾ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ഓൾസോ ബി സസ്പെൻഡഡ്. എല്ലാ മൗലികാവകാശങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു നാഷണൽ എമർജൻസി വന്നാൽ, എക്സെപ്റ്റ് ദ റൈറ്റ്സ് പ്രൊവൈഡഡ് അണ്ടർ ആർട്ടിക്കിൾ 20 and 21. ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21, ഈ രണ്ട് ആർട്ടിക്കിൾസ്, ഈ 20 and 21 എന്ന് പറഞ്ഞ ഈ രണ്ട് ആർട്ടിക്കിൾസ് ഒഴികെയുള്ള മൗലിക അവകാശങ്ങളെയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, application of fundamental rights to be fundamental rights to the armed forces, paramilitary forces, police forces, intelligence agencies can be restricted by parliament under article 33. ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണേ? ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 35 ആണ്. അതിൽ ആർട്ടിക്കിൾ 32 റിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ആർട്ടിക്കിൾ 33 എന്താ പറഞ്ഞതെന്നറിയോ? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ദ ആർംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഫോഴ്സസ്, ഇന്റലിജൻസ് ഏജൻസീസ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസ്, നമ്മുടെ ആർംഡ് ഫോഴ്സ്, പോലീസ് ഫോഴ്സ്,
ഇന്റലിജൻസ് ഏജൻസീസിനൊക്കെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു റെസ്ട്രിക്ഷൻ പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 33. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞു in original constitution there were 7 fundamental rights. In our constitution currently we have only 6 fundamental rights. The 7th one, right to property, repealed അല്ലെ? ഇത് എടുത്ത് മാറ്റിയത് എന്നാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി 44th amendment 1978ലാണ്. Now it comes under ഏത് റൈറ്റിലാണ്? ലീഗൽ റൈറ്റിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 300A പാർട്ട് 12. ഓക്കെ, മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടൈമിലാണ് എടുത്തു മാറ്റിയത്. നൗ വി ഹാവ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 14 to ആർട്ടിക്കിൾ 18 ആണ് ഇക്വാലിറ്റി പറയണത്. ആർട്ടിക്കിൾ 19 to 22 വരുന്നത് ഫ്രീഡം. ആർട്ടിക്കിൾ 23, 24 വരുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 25 to 28 ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത്. ആൻഡ് 29 and 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 32 ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ള റൈറ്റ്. ഇതിൽ ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞത് സുപ്രീം കോടതിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിളും ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോടതിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 32 റിറ്റ്സ് ആണ്. അപ്പോൾ റിറ്റ്സിൽ 5 റിറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അത് അതിൻ്റെ പർപ്പസ് എന്താണ്, ആർക്കൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതിൽ സെർഷ്യോറി കോവാറൻറ്റും ആണ് ജുഡീഷ്യൽ ആൻഡ് കാസ്റ്റ് ജുഡീഷ്യൽ ബോഡീസ് വരുന്നത്. അതായത് ഹയർ കോർട്ടിൽ നിന്ന് ലോവർ കോർട്ടിലോട്ട് വരുന്നത്. ഒരു ഉദ്യോഗസ്ഥനോട് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞത്, കമാൻഡ് ചെയ്യുന്നത് മാൻഡമസ് ആണ്. അർഹതയല്ലാത്ത സ്ഥാനത്ത് നിന്ന് മാറാൻ പറഞ്ഞത് ഏതാണ്? കോവാറന്റ് ആണ്. പിന്നെ റിലീസ് ചെയ്യാൻ പറഞ്ഞത്, അനധികൃതമായിട്ട് തടങ്കലിട്ടിരിക്കുന്ന ആളെ റിലീസ് ചെയ്യാൻ പറഞ്ഞത് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ റിറ്റിന്റെ പർപ്പസ് ഇനി ഇത് ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് അത്രയും അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത് പോലീസ് ഫോഴ്സ്, പാരാമിലിറ്ററി, ഇന്റലിജൻസ് ഏജൻസീസിനൊക്കെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ് മൗലികാവകാശങ്ങളുടെ മേലിൽ. പിന്നെ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും എപ്പോൾ സസ്പെൻഡ് ചെയ്യും? നാഷണൽ എമർജൻസി വരുമ്പോൾ സസ്പെൻഡ് ചെയ്തേക്കാം. ഓക്കെ, നൗ ഫീച്ചേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ചില ഫീച്ചേഴ്സ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് പോകുന്ന ചില പോയിന്റ്സ് ആയിരിക്കാം, ബട്ട് ഇവിടുന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നോട്ട് ചെയ്തോളൂ. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഇത്രയും ആർട്ടിക്കിൾസിന് പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ആർട്ടിക്കിൾ 15 എന്താണ്? ആർട്ടിക്കിൾ 15 പറയണത് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയണതാണ് അല്ലേ? ഒരാളുടെ കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്, ജെൻഡർ, റേസ് ഇതിൻ്റെയൊക്കെ ബേസിൽ, ഒരാളുടെ ജാതി, മതം, വർണ്ണം, ലിംഗം, അയാളുടെ ജന്മസ്ഥലം ഇതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്? വിവേചനം കാണിക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 എന്താണ്? പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ 19 പറയണത്. ആർട്ടിക്കിൾ 16 പറയണത്. ആർട്ടിക്കിൾ 19 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയണതാണ്. 19-നകത്ത് നമുക്ക് പലതരത്തിലുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ നമുക്ക് സംഘടന ഫോം ചെയ്യാനായിട്ട്, അസോസിയേഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെ നമുക്ക് സമ്മേളനം നടത്താനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ട്രാവൽ ചെയ്യാം. വി ക്യാൻ സെറ്റിൽ എനിവെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ അകത്ത് എവിടെയാണ് നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇൻസൈഡ് ദ ഇന്ത്യ നമുക്ക് എവിടെയാണ് ട്രാവൽ ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ഇതൊക്കെ 19-ൽ വരുന്നതാണ്. ദെൻ ആർട്ടിക്കിൾ 29 and 30 എന്ന് പറഞ്ഞ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിൽ വരുന്നതാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണമാണ്. ഇത്രയും ആർട്ടിക്കിൾസിന്റെ പ്രത്യേകത, ദീസ് ആർട്ടിക്കിൾസ് ആർ മെയ്ഡ് അവൈലബിൾ ടു ദ സിറ്റിസൺസ് ഓൺലി വൈൽ അതേഴ്സ് ആർ അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് ലീഗൽ ഫോറിനേഴ്സ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പൗരന്മാരും ഉണ്ട്, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരുണ്ട്. അത് വിദേശീയരായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളെല്ലാം ഇന്ത്യയിലെ എല്ലാവർക്കും, ഇന്ത്യൻ പൗരന്മാർക്കും അല്ലാത്തവർക്കും ഒക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത്രയും ആർട്ടിക്കിൾസ് ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ അവൈലബിൾ ആണ് ടു എവറിബഡി. എല്ലാവർക്കും അവൈലബിൾ ആണ് ഇത്രയും ആർട്ടിക്കിൾസ് ഒഴികെയുള്ള മൗലികാവകാശം. ആർട്ടിക്കിൾ 14 ഇന്ത്യക്കാർക്കും ഫോറിനേഴ്സിനും ഓക്കെയാണ്. ആർട്ടിക്കിൾ 18 എല്ലാവർക്കും പറ്റുന്നതാണ്. ആർട്ടിക്കിൾ 22 എല്ലാവർക്കും പറ്റുന്നതാണ്. ആർട്ടിക്കിൾ 28 എല്ലാവർക്കും ബാധകമാണ്. ബട്ട് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, 30 ഇത്രയും ആർട്ടിക്കിൾസ് ആർ മെയ്ഡ് അവൈലബിൾ ടു ഓൺലി ദ സിറ്റിസൺസ് ആണ്. അപ്പം നമുക്ക് ഇപ്പോൾ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ്റെ അകത്ത് 15, 16, 19, 20, 30 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൽ ഏതാ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളണം ഏതൊക്കെയാണ്. ആദ്യത്തെ 15, 16, 19 മൂന്നെണ്ണം ഇക്വാലിറ്റിയിൽ വരുന്നതാണ് അല്ലേ? 2 15 and 16 ഇക്വാലിറ്റിയിൽ വരുന്നത്, 19 ഫ്രീഡത്തിൽ വരുന്നത്, 29, 30 എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? 20ക്ക് താഴെയുള്ള മൂന്നെണ്ണം 15, 16, 19 ദെൻ 29 and 30.
2930 എന്തായാലും ഓർത്ത് വെച്ചോളൂ. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ ഫോറിനേഴ്സിന് അത് ആപ്ലിക്കബിൾ അല്ല, അവർക്ക് അതിന്റെ കാര്യമില്ല. പിന്നെ നമ്മൾ ഓർക്കുക, നമുക്ക് ഈ സംസാരിക്കാനും സംഘടന രൂപീകരിക്കാനും സമ്മേളനം നടത്താനും എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ അവകാശമൊക്കെ ഇന്ത്യക്കാർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മാത്രം അവകാശമാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ സിറ്റിസന്റെ മാത്രമാണ്. അപ്പൊ 19 അങ്ങനെ ഓർത്തോളാം. പിന്നെ ഈ അവസര സമത്വം എന്ന് പറയുന്നത് പൊതു നിയമനങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അവിടെ പ്രിയോറിറ്റി എപ്പോഴും നമ്മൾക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 15 ആകുമ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും ഇവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന കാര്യവും നമുക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ പഠിച്ചു വെച്ചു ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ആപ്ലിക്കബിൾ ടു ഓൺലി ഇന്ത്യൻ സിറ്റിസൻസ്. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30. ഓക്കെ, now it made available to the citizens with reasonable restrictions, hence they are not absolute but qualified in nature. ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് ഇൻ നേച്ചർ. അവരുടെ സ്വഭാവം പറയാണ്, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇറ്റ് മെയ്ഡ് അവൈലബിൾ ടു ദ സിറ്റിസൻസ് വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഏതൊരു മൗലികാവകാശം എടുത്താലും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും സമ്മേളനം നടത്താമെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ സമ്മേളനം നടത്താൻ പറ്റില്ല, ചില റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ചില സമയത്ത് നമ്മളോട് പറയാണ് നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് വരാം, മനസ്സിലായി. ഇപ്പൊ എമർജൻസി വരുമ്പോൾ തന്നെ നമ്മൾക്ക് ചില മൗലികാവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞോണം ഈ മൗലികാവകാശങ്ങളൊക്കെ നമുക്ക് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്വഭാവമാണ് മൗലികാവകാശങ്ങൾക്ക്, വളരെ യോഗ്യതയുള്ള മൗലികാവകാശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് എന്തുണ്ട്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ ഓർത്തോളാം. സോ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദേ മേഡ് അവൈലബിൾ ടു സിറ്റിസൻസ് വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. റീസണബിൾ റെസ്ട്രിക്ഷൻസോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടുന്നത്. ഹെൻസ് ദേ ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് ഇൻ നേച്ചർ. നോട്ട് അബ്സല്യൂട്ട്, കേവലമല്ല എന്നാൽ ക്വാളിഫൈഡ് ആണ്, ഓക്കെ, യോഗ്യതയുള്ളതാണ് എന്ന് പറയാം. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ ടു ഓൾ ബോത്ത് ഇന്ത്യൻ സിറ്റിസൻസ് ആൻഡ് ഫോറിനേഴ്സ് except Article 15, 16, 19, 29, 30. These articles are available only to Indian citizens. പിന്നെ പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സ് they are not absolute but qualified in nature. They are made available to the citizens with reasonable restrictions. Okay. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്. മിക്കവാറും നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ഏകപക്ഷീയമായ ഒരു ആക്ഷൻ എഗെയിൻസ്റ്റ് ആണ് മിക്ക ഫണ്ടമെന്റൽ റൈറ്റ്സും. അതുകൊണ്ടൊരു കാര്യമുണ്ട്, മൗലികാവകാശങ്ങൾ അവര് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മൗലികാവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ മൗലികാവകാശങ്ങൾ സ്റ്റേറ്റിന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് നെഗറ്റീവാണ്. ഇപ്പൊ സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അവകാശത്തിനെതിരെ നമുക്ക് പോരാടാൻ പറ്റും അല്ലെ. അപ്പൊ അതായത് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ എഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഏകപക്ഷീയമായ ആക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് മൗലികാവകാശങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക്. അതുകൊണ്ട് മൗലികാവകാശങ്ങൾ നെഗറ്റീവ് ഇൻ നേച്ചർ ആണ് സ്റ്റേറ്റിന്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ. ദേ ആർ ജസ്റ്റിസിയബിൾ ഇൻ നേച്ചർ. നമുക്കത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയി നീതി വാങ്ങിച്ചെടുക്കാം, കോടതിയിൽ പോകാം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ എനിവൺ ക്യാൻ മൂവ് ടു കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ്. കോടതിയിൽ ആർക്ക് വേണമെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി കോർട്ടിൽ പോകാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ എനിവൺ ക്യാൻ മൂവ് ടു ദ കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ്. ദേ ആർ ജസ്റ്റിസിയബിൾ, ദേ ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. Now they are protected and guaranteed by higher courts in India. ഇന്ത്യയിലെ ഹയർ കോർട്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷകനാണ്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. So they are protected and they are guaranteed by the higher courts in India. They are not permanent. ഫണ്ടമെന്റൽ റൈറ്റ്സ് പെർമനന്റ് ആണോ, എക്കാലവും നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കാലവും നിലനിൽക്കില്ല. അതായത് ചിലപ്പോൾ ചില ഭേദഗതികളൊക്കെ മൗലികാവകാശങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. സോ ദേ ആർ നോട്ട് പെർമനന്റ്. ആസ് ബൈ ദ പ്രോസസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതികളുണ്ട്. ഇത്തരം ഭേദഗതികളിലൂടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നമുക്ക് റിപ്പീൽ ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മൾ അവരുടെ മാറ്റിയില്ലേ, റൈറ്റ് ടു പ്രോപ്പർട്ടി മാറ്റിയതുപോലെ നമുക്ക് റിപ്പീൽ ചെയ്യാനും പറ്റുന്നത് കൊണ്ടിട്ട് ദേ ആർ നോട്ട് പെർമനന്റ് ഇൻ നേച്ചർ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വരികയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പെർമനന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ദേ ആർ നോട്ട് പെർമനന്റ് അല്ലെ. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റിപ്പീൽ. ഫണ്ടമെന്റൽ റൈറ്റ്സിന് റിപ്പീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടനാപരമായ ഭേദഗതിയിലൂടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ റിപ്പീൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വൈ ദേ ആർ നോട്ട് പെർമനന്റ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് ആണോ? നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് ഇൻ നേച്ചർ. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിബിൾ ആണോ? യെസ്, ദേ ആർ ജസ്റ്റിസിബിൾ. വി ക്യാൻ മൂവ് ടു ദ കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കോടതിയിൽ പോകാൻ സാധിക്കുന്നതാണ്. ദേ ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ലിറ്റിൽ നെഗറ്റീവ് ഇൻ ക്യാരക്ടർ ആണ് സ്റ്റേറ്റിന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ, അത് ഓർത്തോളണം. ഓക്കെ.
Now, fundamental rights ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഹാർട്ട് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമാണ്, ആത്മാവാണ് ഏത്? മൗലികാവകാശങ്ങൾ എന്നല്ല ആൻസർ, ആർട്ടിക്കിൾ 32 എന്നാണ് ആൻസർ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. So, Article 32 of the Indian Constitution, which includes the ability to constitutional remedies, is described as heart and spirit of the Indian Constitution. Indian ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് ആർട്ടിക്കിൾ 32. ഇങ്ങനെ പറഞ്ഞത് BR അംബേദ്കർ. ഓക്കെ, സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലികാവകാശങ്ങൾ. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3യിലാണ് വരുന്നത്. മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 12 to ആർട്ടിക്കിൾ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ ഈ 6 വരുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ്? ആർട്ടിക്കിൾ 14 to ആർട്ടിക്കിൾ 18 ആണ് ആദ്യത്തെ ഇക്വാലിറ്റി വരുന്നത്. 19 to ആർട്ടിക്കിൾ 22 ആണ് ഫ്രീഡം വരുന്നത്. 23, 24 ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 25 to 28 ആണ് മതപരമായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് റിലീജിയൻ. ദെൻ 29 and 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ആണ്. 32 ആണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നത്. 31 ആണ് റിപ്പീൽ ചെയ്ത പ്രോപ്പർട്ടി എന്നുള്ളത്. പിന്നെ 33 നമ്മൾ കണ്ടായിരുന്നു അല്ലെ, പോലീസ്, ഇന്റലിജൻസ്, പാരാമിലിറ്ററിക്ക് ഒക്കെ ചില റെസ്ട്രിക്ഷൻസ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഇനി ഇതിനകത്തുള്ള ഓരോന്നും, ഇപ്പോൾ 17 ഏതാണ്? തൊട്ടുകൂടായ്മയെ പറ്റി പറയുന്നത്. 18 ഏതാണ്? 18 എന്ന് പറയുമ്പോൾ ടൈറ്റിൽസ്, ബഹുമതികൾ പാടില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിൾസ്. 19 തന്നെ ABCD അല്ലെ, ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രീഡം ആണ് നമുക്കുള്ളത്? 21 എന്താണ്? 21 എന്ന് പറഞ്ഞത് ആണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 ഈ 3 ആർട്ടിക്കിൾസ് ചേർന്നതാണ് ഗോൾഡൻ ട്രയാങ്കിൾസ് എന്നറിയപ്പെടുന്നത്. സുവർണ ത്രികോണം ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ 3 ആർട്ടിക്കിൾസ്. ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 അവകാശങ്ങളാണ് ഇത്. ഇനി ആർട്ടിക്കിൾ 20 എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഏതാണ്? നമുക്കൊരു നാഷണൽ എമർജൻസി വരുമ്പോൾ ഈ 2 ആർട്ടിക്കിൾ ഒഴികെ ബാക്കിയെല്ലാം സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു, സസ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ആർട്ടിക്കിൾ 20, 21 ആണ് എക്സംഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓൺലി ഇന്ത്യൻ സിറ്റിസൻസ്, അവൈലബിൾ ഓൺലി ഇന്ത്യൻ സിറ്റിസൻസ്, ഇന്ത്യക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ചില ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 15, 16, 19, then 29, 33 ആർട്ടിക്കിൾസ് അവൈലബിൾ ഓൺലി ടു ഇന്ത്യൻ സിറ്റിസൻസ് ആണെന്നുള്ള ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിൽ ഓരോന്നും 21A ഉണ്ട്. 21A എന്താണ്? നമുക്ക് 6 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണെന്ന് പറയുന്നതാണ് 21A 86th അമെന്റ്മെന്റ് വഴി വന്നതാണ്. അതുപോലെ 25 to 28 റിലീജിയനെ പറ്റിയാണ് പറയുന്നത്. 29ഉം 30 ന്യൂനപക്ഷങ്ങളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് ഓർത്ത് വെച്ചോളാം. അപ്പൊ ഇതിനകത്തുള്ള ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് 32 വരുമ്പോൾ നമ്മൾ ആ 5 റിട്ട് പഠിക്കണം. 5 റിട്ട് ഏതൊക്കെയാണ്? can applicable only to എന്ന് പറഞ്ഞിട്ട് പറയും. ജുഡീഷ്യൽ ആൻഡ് നോൺ ജുഡീഷ്യൽ പറഞ്ഞത് ഏതാണ്? കോസി ജുഡീഷ്യൽ ആൻഡ് ജുഡീഷ്യൽ പറഞ്ഞത് 2 ഏതാണ്? പ്രൊഹിബിഷനും സെർഷ്യോറിയും ഹയർ കോർട്ടിൽ നിന്ന് ലോവർ കോർട്ടിലോട്ട് കൊടുക്കുന്നതാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. പിന്നെ മാൻഡമസ് ആണ് വി കമാൻഡ് എന്ന് പറയുന്നത്, ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞത്. പിന്നെ കോവാറന്റ് ആണ് ഒരാൾക്ക് അർഹമല്ലാത്ത സ്ഥാനത്തിരിക്കുന്ന ആളോട് അത് മാറാൻ പറഞ്ഞത്. അങ്ങനെയുള്ളത് ഓരോന്നും എല്ലാ റിറ്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളിപ്പോൾ കണ്ട ഫീച്ചേഴ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞാൽ ദേ ആർ നോട്ട് അബ്സല്യൂട്ട്, ദേ ആർ ക്വാളിഫൈഡ് ഇൻ നേച്ചർ ബിക്കോസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ പെർമനന്റ് അല്ല, അവയെ നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും, ഭേദഗതി വരുത്താനായിട്ട് പറ്റും. പിന്നെ സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇൻ നേച്ചർ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ആർട്ടിക്കിൾ 32 is known as heart and soul of ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്? അങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഹൃദയവുമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിൽ നിന്നും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ചോദ്യങ്ങൾ കാണാൻ പറ്റും. സോ നമുക്ക് ഇതിന്റെ ഒന്ന് സമ്മറി നോക്കാം. ഓക്കെ, The Sapro Committee of 1945 suggested a set of justiciable rights and a set of non-justiciable rights. The former became the fundamental rights and the latter became the directive principles of state policy, which are essential and serve as the backbone of Indian democracy.
They act as instrument of instruction as enumerated in the Government of India Act 1935. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കമ്മിറ്റിയുടെ നെയിം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? സപ്രൂ കമ്മിറ്റി. സോ DPSP എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഓർക്കേണ്ട കമ്മിറ്റി സപ്രൂ കമ്മിറ്റിയാണ്. DPSP ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നത്? സപ്രൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഈ കമ്മിറ്റി പറഞ്ഞത് a set of justiciable and non justiciable rights വേണം എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്ക് ചില അവകാശങ്ങൾ നമ്മൾ കോടതിയിൽ പോയി നേടിയെടുക്കണം, അല്ലാത്ത കുറച്ച് അവകാശങ്ങളും കൂടെ പറയുകയാണ്. ഓക്കെ, അപ്പൊ കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ജസ്റ്റിസബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഓർത്തോളം DPSP നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ ആണ്. സോ ദ ഫസ്റ്റ് പോയിന്റ് DPSPനെ പറ്റി നമ്മൾ അറിയേണ്ടത് നോൺ ജസ്റ്റിസബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണ് DPSP ജസ്റ്റിസബിൾ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം DPSP ജസ്റ്റിസബിൾ അല്ല. ഓൺലി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ്. അത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് കോടതിയിൽ പോകാം. ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാത്രമാണ്. DPSP എന്ന് പറഞ്ഞാൽ നോൺ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ ആണ്. ഏത് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്? സപ്രൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഓക്കെ, ഇനി DPSP വിച്ച് ആർ എസെൻഷ്യൽ ആൻഡ് സെർവ് as the backbone of Indian democracy. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ്, എസെൻഷ്യൽ ആണ്. ദേ ആക്ട് as, ഇത് നമ്മുടെ ഒരു ഡിഗ്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് as enumerated in, ഈ ഒരു ആക്ട് ആയിരുന്നു എൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ DPSPയിൽ വന്നിട്ടുള്ളത്. സോ DPSP എന്ന് പറഞ്ഞത് ദേ ആക്ട് as ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഏതിലെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. 1935 ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറയാം DPSP. അപ്പൊ DPSPയിലെ ഒരുപാട്, DPSP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് അല്ലെ. കുറച്ച് നിർദ്ദേശങ്ങളാണ്, നിർദ്ദേശക തത്വങ്ങളിൽ. അപ്പൊ ഈ നിർദ്ദേശങ്ങൾ പലതും എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോ DPSP നോൺ as ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഈ നിർദ്ദേശങ്ങളുടെ ഒരു ഉപകരണം എന്ന് പറയാം. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആസ് എന്യൂമറേറ്റഡ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏതാ? DPSP. ഓക്കെ, the DPSP, though non-justiciable, is less important. They serve as ideals to be kept in the head while the center and state formulate policies for the country. അതായത് DPSP നോൺ ജസ്റ്റിസബിൾ അല്ല എന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കോടതി പോയി നേടിയെടുക്കാം. DPSP അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലായല്ല. അതായത് നോട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലെ DPSP കോടതിയിൽ പോകാൻ പറ്റില്ലെങ്കിലും DPSPയും ഒട്ടും ചെറുതല്ല. DPSPയുടെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നത്? They serve as ideals to be kept in the head while the center and state formulate policies for the country. രാജ്യത്തിന് വേണ്ടി സെൻട്രും സ്റ്റേറ്റും പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ, ഒരു നയം, പുതിയൊരു പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ, അവരുടെ തലയിൽ എന്തുണ്ടായിരിക്കണം? ഈ DPSPയിലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് നിർദ്ദേശ തത്വങ്ങൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അത് DPSP ആയിട്ട് കണക്ട് ചെയ്താണെന്ന് ഓർത്തോളൂ. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് ഈ DPSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിർദ്ദേശ തത്വങ്ങൾ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിന് ക്ഷേമം കൊണ്ടുവരാൻ വേണ്ടി, ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് ആ ഒരു ക്ഷേമം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, വെൽഫെയർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സെൻട്രും സ്റ്റേറ്റും ഒക്കെ അവരുടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തും കൂടെ മനസ്സിൽ കാണണം, എന്ത് തലയിൽ കാണണം? ഈ DPSP അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ DPSP ഒട്ടും അപ്രധാനമല്ല, നോൺ ജസ്റ്റിസബിൾ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതെന്താണ്? സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ അവരുടെ പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവർ DPSP ഓർത്തിട്ട് വേണം ചെയ്യാനായിട്ടെന്ന്. ഓക്കെ, the directive principles were not subject to compulsory enforcement but rather a guide for the central and state government to improve people and provide all the necessary facilities and basic needs. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പൽസറി ആയിട്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നതല്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക്, ആളുകളുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളുടെ നെസസറി ഫെസിലിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ DPSP തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അത് ഫോളോ ചെയ്യാന്നുള്ളത്. ഓക്കെ, നൗ DPSPയിലെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ there are a total of 17 articles in the Indian Constitution that are based on DPSP. DPSPയുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു 17 ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ DPSPനെ 3 ആർട്ടിക്കിൾസിനെ തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീസ് ആർട്ടിക്കിൾസ് 36 to 51 ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഐഡിയോളജിക്കൽ റൂട്ട്സ് ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ദേ ചേസ്. അപ്പോൾ DPSP ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 വരുന്നത്.
നമ്മുടെ മൗലികാവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3, DPSP പാർട്ട് 4 ആണ്. പാർട്ട് 4 ആർട്ടിക്കിൾസ് 36 to 51 ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആർട്ടിക്കിൾസ് 12 to 35 ആണെങ്കിൽ DPSP പാർട്ട് 4 36 to 51 ആണ്. ഓക്കെ, സോ ദീസ് ആർട്ടിക്കിൾസ് 36 to 51 ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഐഡിയോളജിക്കൽ റൂട്ട്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള ഒരു വേര്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ബേസിൽ ഈ DPSPനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്, അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് DPSPനെ. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾസ് 38, 39, 39A, 41, 42, 43, 43A ആൻഡ് 47. അപ്പോൾ ഇവിടെ നിങ്ങൾ ചില ആർട്ടിക്കിൾസ് DPSPയിലെ എല്ലാ ആർട്ടിക്കിൾസും പഠിച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിലും ചില ആർട്ടിക്കിൾസ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ 39 ABCD എന്നിങ്ങനെ സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ 39D ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, സോ ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 39D ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആർട്ടിക്കിളാണ്. അതുപോലെ 39A എന്ന് പറഞ്ഞത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ എന്നുള്ളതാണ്. അത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A. ഇതൊക്കെ PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. അതുപോലെ ആർട്ടിക്കിൾ 42 മെറ്റേണിറ്റി അലവൻസ്, അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. പിന്നെ ആർട്ടിക്കിൾ 43 ഒക്കെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഡസ്ട്രിയൽ വ്യവസായ മാനേജ്മെന്റുകളിൽ തൊഴിലാളികൾക്ക് പാർട്ടിസിപ്പേഷൻ വേണം എന്ന് പറയുന്നതാണ് 43A എന്ന് പറയുന്നത്. അതുപോലെ 47 ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പോഷക ആഹാരത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ് 47. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ വരുന്നതെന്നുള്ളത് ആർട്ടിക്കിൾസ് നോട്ട് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾസ് 39D എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. 39A എന്താണ്? സൗജന്യ നീതിയും പിന്നെന്താണ്? പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്നുള്ളതാണ്. 42 മെറ്റേണിറ്റി അലവൻസ് പറയുന്നതാണ്. 43A ഈ നമ്മുടെ നമ്മുടെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 43A എന്ന് പറഞ്ഞത് തൊഴിലാളികൾക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിൽ ഒരു പാർട്ടിസിപ്പേഷൻ പറയുന്നതാണ്. 47 പോഷകാഹാരത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ്. ഇത്രയും സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. നൗ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ ഗാന്ധിജിയുടെ പല ആശയങ്ങളും വരുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ ആർട്ടിക്കിൾ 40 ഇമ്പോർട്ടൻ്റ് ആണ്. 40 പഞ്ചായത്തുകളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 വരുന്നത്. പിന്നെ അവിടെ ആർട്ടിക്കിൾ 43 ഉണ്ട്. ആർട്ടിക്കിൾ 43 നമ്മുടെ കുടിൽ വ്യവസായം, കോട്ടേജ് ഇൻഡസ്ട്രി. 43B എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 46 ഞാനിങ്ങനെ പറയുന്ന ചില കണക്ഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടോ. 46 എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് ഈ 6 ഇല്ലേ, ഈ 6 ഇങ്ങനെ S ആക്കും, SC. അപ്പം SC ST ബാക്ക്വേർഡ് പിന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ ക്ഷേമം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46. ഓക്കെ, അതുപോലെ ആർട്ടിക്കിൾ 43 നമ്മൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഉണ്ട്, രണ്ടിടത്തും ഉള്ളതാണ്. കുമ്പിടി എന്നൊക്കെ പറഞ്ഞ പോലെ, ഡബിൾ ആണെന്നൊക്കെ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റിക്കിലും ഉണ്ട്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43 എന്ന് പറയുന്നത്. അവിടെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ 43 എന്ന് പറഞ്ഞാൽ കോട്ടേജ് ഇൻഡസ്ട്രിയാണ്, കുടിൽ വ്യവസായത്തെ പറ്റി പറയുകയാണ്. അവിടെ 43A എന്താ പറഞ്ഞത്? നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിലെ തൊഴിലാളികളുടെ പങ്കാളിത്തമാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ 43B കോഓപ്പറേറ്റീവ് സൊസൈറ്റീനെ പറ്റി പറയുന്നതാണ്. 46 ഞാൻ പറഞ്ഞു SC ST ബാക്ക്വേർഡ് വിഭാഗങ്ങളുടെ ക്ഷേമമാണ് പറയുന്നത്. പിന്നെ 47 48 വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ. ഈ 47 7 ഇല്ലേ, 7 പതുക്കെ ഒരു ബോട്ടിൽ പോലെ ഒന്ന് മാറ്റിയെടുത്ത ഒരു കുപ്പി, എന്ത് കുപ്പിയാണ്? മദ്യക്കുപ്പി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 47 എന്താണ്? മദ്യനിരോധനം പറയുന്ന ആർട്ടിക്കിളാണെന്ന് ഓർത്തോളണം. 47 മയക്കുമരുന്ന്, ലഹരി പാനീയങ്ങളുടെ ഒക്കെ നിരോധനം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ഓക്കെ, അപ്പോൾ 47 7 ഞാൻ പറഞ്ഞ പോലെ ഒരു ബോട്ടിലാണ്, ഒരു കുപ്പിയായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്കത് മദ്യനിരോധനം എന്ന് ഓർത്ത് വയ്ക്കാം. മദ്യത്തിൻ്റെ ഒപ്പം ആളുകൾ ബീഫ് കഴിക്കും അല്ലേ, അപ്പോൾ തൊട്ടടുത്ത ആർട്ടിക്കിൾ 48 ബീഫുമായിട്ട് കണക്ട് ചെയ്യുക. എന്താണ്? ഗോവധ നിരോധനമാണ്. ഓക്കെ, മൃഗങ്ങളെ ഗോവധ നിരോധനമാണ്. അതുപോലെ നല്ല ബ്രീഡ് ഉള്ള കന്നുകാലികളെ സംരക്ഷിക്കാനും ഒക്കെ 48 പറയുന്നുണ്ട്. രണ്ടും ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. സോ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 40 ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ്. ആർട്ടിക്കിൾ 43 കോട്ടേജ് ഇൻഡസ്ട്രി. 43B എന്ന് പറഞ്ഞത്
കോപ്പറേറ്റീവ് സൊസൈറ്റി. 46 SC/ST ബാക്ക്വേർഡ് വിഭാഗങ്ങളുടെ ക്ഷേമമാണ്. 47 എന്താണ്? മദ്യനിരോധനം. 48 ഗോവധ നിരോധനം. ഓക്കെ, ഇതൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 44, 45, 48, 49, 50 ആൻഡ് 51 ഏതിൽ വരുന്നതാണ്? ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്, സ്വതന്ത്ര ബൗദ്ധിക പ്രിൻസിപ്പിൾസ് ആണ്, സ്വതന്ത്ര ബൗദ്ധിക. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 44 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 4 കാണുമ്പോൾ യൂണിഫോം എന്ന് ഓർക്കുക. 4 ഒരു യൂണിഫോം പോലെയല്ലേ 4 അപ്പോൾ അത് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 44. യൂണിഫോം സിവിൽ കോഡ് ഏത് സംസ്ഥാനത്താണ് അത് ആപ്ലിക്കബിൾ ആയത്? ഗോവയിലാണ് അവർ അത് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലേ. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 45 എന്ന് പറയുമ്പം ഈ കുട്ടികളില്ലേ, നമ്മുടെ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ പരിചരണമൊക്കെയാണ് 45-ൽ. അപ്പോൾ ഈ 5 കാണുമ്പോൾ 5 വയസ്സ് 6 വയസ്സ് എന്ന് ഓർത്തേക്കുക, കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ 48 ഇവിടെയും ഉണ്ട്. അപ്പോൾ 48 നമ്മൾ മുന്നേ പറഞ്ഞോളും, കുമ്പിടി എന്ന് പറഞ്ഞോളും. 40 മുന്നേ നമ്മൾ കണ്ടില്ലേ, 43 സോഷ്യലിസ്റ്റിക്കിലും ഉണ്ട്, ഗാന്ധിയനിലും ഉണ്ട്. അതുപോലെ ഗാന്ധിയനിലും ലിബറൽ ഇന്റലക്ച്വലിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ഇവിടെ ആർട്ടിക്കിൾ 48 നമ്മുടെ ലിബറൽ ഇന്റലക്ച്വലിൽ വരുമ്പോഴേക്കും അവിടെ ഗോവധ നിരോധനമാണ് പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന കാര്യമൊക്കെയാണ് പറയണത്, കന്നുകാലി വളർത്തലൊക്കെയാണ് ഇവിടെ പറയണത്. പിന്നെ ആർട്ടിക്കിൾ 48A ഉണ്ട്. 48A പരിസ്ഥിതി സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 50 എന്ന് പറയുമ്പോൾ ഈ 50 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കുക, എപ്പോഴും നമ്മൾ 1 തൊട്ട് 100 വരെ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്യല്ലേ, പകുതിയാക്കുന്ന 50 വെച്ചിട്ടല്ലേ. അപ്പം 50 എപ്പോഴും ഒരു സെപ്പറേഷൻ ആണെന്ന് ഓർക്കുക. എന്തിനു സെപ്പറേറ്റ് ചെയ്യാണ്? സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി. എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്ത് കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. ഇപ്പോൾ കോടതി ഒരു കുറ്റം, ഒരു നിയമം നോക്കണ സമയത്ത് ഈ എക്സിക്യൂട്ടീവ് പോയിട്ട് അതിനകത്ത് ഇടപെട്ടാലോ? ഇപ്പോൾ നമ്മുടെ കർഷക സമരം നടന്നു, പ്രധാനമന്ത്രിക്കും അവരുടെ തീരുമാനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ കോടതിയിൽ അവരതിൻ്റെ ഒരു കേസ് നടക്കുന്ന സമയത്ത് ഇവിടുന്ന് എക്സിക്യൂട്ടീവ് ഫോൺ ചെയ്തിട്ട് കോടതിയോട് പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് നിങ്ങൾ വിധിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഇല്ലേ, തീർന്നു. അവിടെ ഒന്നും നമുക്ക് നീതിപൂർവ്വം നടത്താൻ പറ്റാതെ വരും. അപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല, എല്ലാം സെപ്പറേറ്റ് ആണ്. എക്സിക്യൂട്ടീവ് അവരുടെ കാര്യം നോക്കുക, ജുഡീഷ്യറി അവരുടെ കാര്യം നോക്കുക, ലെജിസ്ലേറ്റീവ് അവരുടെ കാര്യം നോക്കുക. അപ്പോൾ ഈ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ്. എല്ലാവരും അവരുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കോർഡിനേഷൻ ഉണ്ട്, അങ്ങനെയല്ല, അവനവൻ്റെ ഡ്യൂട്ടിയിൽ ഇൻവോൾവ് ചെയ്യത്തില്ല. സോ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 50 എന്ന് പറഞ്ഞത്. പിന്നെ ലാസ്റ്റത്തെയാണ് DPSPയിൽ 51. 51 എന്ന് പറയുമ്പോഴേക്കും എന്താണെന്ന് അറിയാവോ? ഏറ്റവും ലാസ്റ്റ് നിർദ്ദേശ തത്വങ്ങളെല്ലാം ക്ഷേമരാഷ്ട്രമാണല്ലോ. അപ്പോൾ ക്ഷേമരാഷ്ട്രത്തിനുള്ള എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞിട്ട് 51-ാമത്തേതിൽ പറയുകയാണ്, ഈ യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ക്ഷേമം തകരില്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ വിദേശ രാജ്യങ്ങളുമായിട്ട് ഉള്ള യുദ്ധം, അങ്ങനെയുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, അതൊക്കെ വരണത് ആർട്ടിക്കിൾ 51-ലാണ് വരുന്നത്. അതൊന്ന് ഓർത്തേക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര കരാറും കാര്യങ്ങളൊക്കെ വരുന്നത് 51-ലാണ്. 49 ഈ പുരാതന സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ പറയുന്നതാണ് 49. ഓക്കെ, 9 എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓർത്ത് വെച്ചാണ് വലിയൊരു സ്മാരകമാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ അതേപോലെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഹിൻ്റൊക്കെ കൊടുത്ത് ഓർത്ത് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റിക്കിൽ വരുന്നത്, ഏതൊക്കെയാണ് ഗാന്ധിയനിൽ വരുന്നത്, ഏതൊക്കെയാണ് ലിബറൽ ഇന്റലക്ച്വലിൽ വരുന്നത്. പെട്ടെന്ന് യൂണിഫോം സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ ചോദിച്ചാൽ എന്തോ ഓർക്കണം? യൂണിഫോം 4 44 ആണ്. ഏതാണ് മദ്യനിരോധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, കുപ്പിയുടെ കാര്യം ഒരു 7-ആയിട്ട് കണക്ട് ചെയ്യുക. 47 ആണ് മദ്യനിരോധനം. ഏതാണ്? ഗോവധ നിരോധനം. അതിൻ്റെ തൊട്ടടുത്ത ആർട്ടിക്കിളാണ് അല്ലേ, 48 ആണ് വരുന്നത്. അതുപോലെ അവിടെയും ഇവിടെയും നമ്മൾ സോഷ്യലിസ്റ്റിക്കിലും ഗാന്ധിയനിലും കണ്ട ആർട്ടിക്കിളാണ് ഏത്? 43. സോഷ്യലിസ്റ്റിക്കിൽ തൊഴിലാളികളുടെ കാര്യമാണ് പറഞ്ഞത്. 43Bയിൽ തൊഴിലാളികൾക്ക് വ്യവസായ മാനേജ്മെന്റിലെ പങ്കാളിത്തമൊക്കെയാണ് 43Aയിൽ പറഞ്ഞത് സോഷ്യലിസ്റ്റിക്കിൽ. അത് ഗാന്ധിയനിൽ വരുമ്പോൾ 43 കോട്ടേജ് ഇൻഡസ്ട്രിയും 43B കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പിന്നെ 46 വരുമ്പോൾ ആ 6 അത് SC/ST OBC അവരുടെയൊക്കെ പിന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ ക്ഷേമത്തെ പറ്റിയിട്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ 50 എന്താണ്? 50 സെപ്പറേഷനാണ്, സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി ആണ്. 51 എന്താണ്? അന്താരാഷ്ട്ര കരാറുകൾ അല്ലെ, സമാധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 51. 49 മൗണ്ട്മെന്റ്സ്, പുരാതന സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നാണ് പറയുന്ന ആർട്ടിക്കിൾ. 39D എന്താണ്? സോഷ്യലിസ്റ്റിക്കിലെ തുല്യ ജോലിക്ക് തുല്യ വേതനം പുരുഷനും സ്ത്രീക്കും. പിന്നെ 39A എന്താണ്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് DPSPയിലെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്
നമുക്ക് ആ ഡ്യൂട്ടീസ് മാത്രം ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിലേതെങ്കിലും ഒരെണ്ണം ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തത് കൊടുത്തിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ കടമകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ഒരു ഇന്ത്യൻ പൗരൻ രാജ്യത്തോട് എന്തൊക്കെ കടമകൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 51A ആണ്. ഇതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3, DPSP പാർട്ട് 4, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 5 അല്ല 4A ആണ്. കാരണം എന്താ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. നമ്മൾ എവിടുന്നാണ് കൊണ്ടുവന്നേ? ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവന്നത് 1976 1976 42nd അമെൻമെന്റ് വഴിയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 4A ആയത്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് USA നിന്നാണ്, DPSP നമ്മൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്, ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് USA, DPSP അയർലൻഡ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിൻ്റെ പാർട്ട് 4A ആർട്ടിക്കിൾ ഒറ്റ ആർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആർട്ടിക്കിൾ 51A ആണ്. 51A കാരണം 51 വരെ ഏതാണ്? DPSP ആണ്. ഇനി 52 തൊട്ട് അടുത്തതാണ്. ഇത് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 51A ആണ് ഇൻക്ലൂഡ് ചെയ്തത്. ഏതിൽ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 51A. ഏതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? എത്ര എണ്ണം ഉണ്ട്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. അതെന്നാ ആഡ് ചെയ്തതെന്നറിയോ? നമ്മുടെ മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തപ്പോൾ. ആർട്ടിക്കിൾ 21A എന്താ? 6 വയസ്സ് മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അല്ലേ. അതേ സമയത്ത് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, പാരൻസിന്റെ കടമയാണെന്ന് ഇവിടെ പറഞ്ഞിട്ട് നമ്മുടെ മൗലിക കടമകളിൽ ഒരു മൗലിക കടമയായിട്ട് ഒരെണ്ണം കൂട്ടിച്ചേർത്ത് നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ 86th അമെൻമെന്റ് വഴിയാണ് ഈ 11ാമത്തെ മൗലിക കടമ, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞത് കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഏതൊക്കെയാണ് അപ്പോൾ ഈ 11 എണ്ണം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. നമ്മുടെ ദേശീയ പതാക, ദേശീയഗാനം നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമ്മുടെ കടമയാണ്. സെക്കൻഡ് വൺ, ഫോളോ ഐഡിയൽസ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. മൂന്നാമത്തേത്, പ്രൊട്ടക്ട് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരത്തെയും ഇന്ത്യയുടെ അഖണ്ഡതയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. നാലാമത്, ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസസ് വെൻ കോൾഡ് അപ്പോൺ. നമ്മുടെ രാജ്യത്തോട് നമ്മൾ എപ്പോഴും സന്നദ്ധരായിരിക്കണം. എപ്പോഴെങ്കിലും നമുക്ക് രാജ്യസേവനം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സേവനം ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. നെക്സ്റ്റ് വൺ എന്താണ്? സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് അല്ലെ, ഒരു സാഹോദര്യം, ഒരു സാഹോദര്യ മനോഭാവം നമ്മൾ എല്ലാവരിലും ഉണ്ടായിരിക്കണം. ഇന്ത്യൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. സിക്സ്ത് വൺ, പ്രിസർവ് കോമ്പോസിറ്റ് കൾച്ചർ. നമ്മുടെ രാജ്യത്തിന്റെ തനതായ ഒരു പാരമ്പര്യമുണ്ട്, ഒരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നെക്സ്റ്റ് വൺ, പ്രിസർവ് നാച്ചുറൽ എൻവയറോൺമെന്റ്. നമ്മുടെ പ്രകൃതിദത്തമായ ഒരു എൻവയറോൺമെന്റിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. പിന്നെ ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര ആഭിമുഖ്യം ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ രണ്ടിലും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്കറിയാം മലയാളത്തിലും ഉണ്ടാകും ഇംഗ്ലീഷിലും ഉണ്ടാകും. ഏതാണോ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പം അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു, ഇത് മൗലിക കടമകളിൽ ഉണ്ടോ ഇല്ലയോ, പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇംഗ്ലീഷിൽ നോക്കുക. അപ്പോൾ സയന്റിഫിക് ടെമ്പർ എന്ന് അവിടെ കണ്ടു. സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് മൗലിക കടമയാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് സയന്റിഫിക് ടെമ്പർ കാണുമ്പോൾ ഇപ്പുറ സൈഡിൽ ചിലപ്പോൾ ശാസ്ത്ര ആഭിമുഖ്യം എന്നായിരിക്കും, ചിലപ്പോൾ ആ വാക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഏതാണോ നമുക്ക് ഓർമ്മ വരുന്നത് അത് കണക്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സ്വത്ത് സംരക്ഷിക്കുക. സ്ട്രൈവ് ഫോർ എക്സലൻസ്. സ്ട്രൈവ് ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ബെസ്റ്റ് കാണിക്കുക, നമ്മുടെ മികവ് പുലർത്തുക എന്ന് പറയില്ലേ. Then duty of all parents and guardians to send their children in the age group of 6 to 14 years to school. 6 തൊട്ട് 14 വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളത് ഗാർഡിയൻ്റെ അല്ലെങ്കിൽ പാരന്റിന്റെ കടമയാണെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്ത് പറയാം ഏതൊക്കെയാണ് 11 എണ്ണം. ആദ്യത്തേത് എന്താണ്? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. രണ്ടാമത്തേത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹത്തായ ആദർശങ്ങളെ, ആശയങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുക. മൂന്നാമത്തേത് എന്തായിരുന്നു? മൂന്നാമത്തേത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെയും രാജ്യത്തിന്റെ അഖണ്ഡതയെയും നമ്മൾ കാത്തു സൂക്ഷിക്കുക. നാലാമത്തേത് എന്താണ്? നാലാമത്തേത് നമുക്ക് രാജ്യസേവനത്തിന് നമ്മൾ സന്നദ്ധരായിരിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ളതോ? ഇനി എന്തിനൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം, കോമ്പോസിറ്റ് കൾച്ചറിനെ നമ്മൾ സൂക്ഷിക്കുക. കോമ്പോസിറ്റ് കൾച്ചർ. പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിന് എന്തുണ്ട്? കോമ്പോസിറ്റ് കൾച്ചർ ഉണ്ട്. പിന്നെ നമുക്കൊരു കോമൺ ബ്രദർഹുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാജ്യത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള എൻവയറോൺമെന്റിനെ നമ്മൾ സംരക്ഷിക്കണം.
പിന്നെ എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുക, സ്ട്രൈവ് ഫോർ എക്സലൻസ്. പിന്നെ എന്താണ്, ശാസ്ത്ര ആഭിമുഖ്യം, സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക. പിന്നെ പബ്ലിക് പ്രോപ്പർട്ടി നമ്മൾ കാത്തുരക്ഷിക്കണം. എന്താണ്, പാരൻസിന്റെ കടമയാണ് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ തന്നെ ഒന്നോടൊന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും അല്ലേ. ദേശീയഗാനം, ദേശീയ പതാക, പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ, നമ്മുടെ രാജ്യസേവനത്തിന് എപ്പോഴും സന്നദ്ധരായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തായിരുന്നു അവിടെ ഓർമ്മയോടെ ഉണ്ടായിരുന്നല്ലോ, അതേതാ, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നമ്മൾ കാത്തു സൂക്ഷിക്കുക, അന്നാളണം. പിന്നെ ഇവിടെ എന്തൊക്കെയാണ്, കോമ്പോസിറ്റ് കൾച്ചർ, യൂണിഫോം, നമ്മുടെ കോമൺ ബ്രദർഹുഡ്, കോമ്പോസിറ്റ് കൾച്ചർ, രണ്ടെണ്ണം ഉണ്ടല്ലേ, കോമ്പോസിറ്റ് കൾച്ചർ ഉണ്ട്, കോമൺ ബ്രദർഹുഡ് ഉണ്ട്. പിന്നെ നമ്മുടെ നാച്ചുറൽ എൻവയറോൺമെന്റിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം, പബ്ലിക് പ്രോപ്പർട്ടിനെ നമ്മൾ കാത്തു രക്ഷിക്കണം, സ്ട്രൈവ് ഫോർ എക്സലൻസ്, നമ്മൾ ആ ഒരു എല്ലാത്തിലും മികവ് പുലർത്തണം. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ എല്ലാ പാരൻസിനെയും കടമയാണ് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളത്. സയന്റിഫിക് ടെമ്പർ കഴിഞ്ഞു, കിട്ടിയില്ലേ. ഫ്ലാഗ്, നാഷണൽ ആന്തം, പിന്നെ നമ്മുടെ മഹത്തായ ആദർശങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ, രാജ്യസേവനത്തിന് സന്നദ്ധരായിരിക്കണം, അഖണ്ഡത, സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. ഇവിടെ കോമൺ ബ്രദർഹുഡ്, പിന്നെ കോവിച്ചിട്ടുള്ള കോമ്പോസിറ്റ് കൾച്ചർ, പിന്നെ പബ്ലിക് പ്രോപ്പർട്ടി നമ്മൾ സൂക്ഷിക്കണം, സയന്റിഫിക് ടെമ്പർ നമ്മൾ വളർത്തിയെടുക്കണം, പിന്നെ നമ്മുടെ സ്ട്രൈവ് ഫോർ എക്സലൻസ്, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക, നാച്ചുറൽ എൻവയറോൺമെന്റ് സംരക്ഷിക്കുക. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങൾ വെള്ളം പോലെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അമെൻമെൻറ്റ്സ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ 42nd അമെൻമെൻറ്റ്, അതുപോലെ 44th അമെൻമെൻറ്റ്, 52nd അമെൻമെൻറ്റ്, കൂറുമാറ്റം, 86th അമെൻമെൻറ്റ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്താണെങ്കിലും പഠിച്ചിരിക്കണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് പഠിക്കാനുണ്ട്. അല്ലാണ്ട് തന്നെ നമ്മുടെ അമെൻമെൻറ്റ്സിൽ നിന്ന് ജനറൽ ആയിട്ട് കുറേ കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അമെൻമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി വരുത്തുക എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് അറിയോ? വി ബോറോഡ് ഇറ്റ് ഫ്രം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മൗലിക അവകാശങ്ങൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് DPSP അയർലൻഡിൽ നിന്നാണ്. അമെൻമെന്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്ക. ഞാൻ ഇങ്ങനെ ഓർത്തിച്ചറിയോ, തെക്ക് നിന്നൊരു രാജാവ് വന്ന് ഭേദഗതി വരുത്തി, കുറേ കാര്യങ്ങൾക്ക് ഭേദഗതി വരുത്തിയത് തെക്കുന്നാണ് ഒരാൾ വന്നത്. അപ്പോൾ സൗത്ത് നിന്ന് കിട്ടില്ല, അപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കിട്ടുമല്ലോ. നിങ്ങൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഹിന്റ് വെച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമെന്ന് തോന്നുന്ന സംഭവം ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഹിന്റ് കൊടുത്ത് വെച്ചാൽ പിന്നെ എപ്പോഴും അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഹിൻ്റൊന്നും വേണ്ട, നമുക്കത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഫസ്റ്റ് ടൈം ഒക്കെ നമ്മൾ ടഫുള്ളതൊക്കെ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ ചെറിയ ചെറിയ കോഡും ഹിൻ്റൊക്കെ ഇട്ട് പഠിച്ചു നോക്കിയാൽ പിന്നെ അവിടെ കിടന്നോളും. ഓക്കെ, അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് എന്ത്? അമെൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 368 ആണ് അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പാർട്ട് ഏതാണ്? 20 ആണ് അമെൻമെന്റിന്റെ പാർട്ട്. പാർട്ട് 20 ആർട്ടിക്കിൾ 368 അമെൻമെന്റ് ആണ്. ഓക്കെ, പവേഴ്സ് ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ ഒരു കാര്യം നോട്ട് ചെയ്തു, ആർക്കാണ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം? പവേഴ്സ് ടു പാർലമെന്റ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭേദഗതി വരുത്താനുള്ള അവകാശം ആർക്കാണുള്ളത്? പാർലമെന്റിനാണുള്ളത് എന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ്. പാർലമെന്റ് കനോട്ട് അമെൻഡ് ദോസ് പാർട്സ് വിച്ച് ആർ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 1973 കേശവാനന്ദ ഭാരതി കേസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചർ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അടിസ്ഥാന ഘടനയുണ്ടല്ലോ, അതിനെ തൊട്ട് കളിക്കാൻ പാടില്ല ആര്? പാർലമെന്റ്. അതിനെ തൊടാണ്ട് അതിൽ മാറ്റം വരുത്താണ്ട് നിങ്ങൾ വേണമെങ്കിൽ പാർലമെന്റിനോട് അമെൻഡ് ചെയ്യാൻ പറയുന്നതാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും കാര്യത്തിന് ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. പക്ഷെ പാർലമെന്റിന് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ഏതാണ്? 1973 കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്തോളണം. എന്താണ്? പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഓക്കെ, നോ അമെൻമെന്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം ഈ ഒരു ഭാഗത്തുനിന്ന്. ശ്രദ്ധിച്ചു കേട്ടോ. അമെൻമെന്റ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഓൺലി ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഫോർ ദ പർപ്പസ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണല്ലോ ഒരു ബില്ല് വെച്ചിട്ട് വേണം. ഒരു ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഓൺലി ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ, ഒരു ബില്ലിന്റെ ഇൻട്രൊഡക്ഷനോടുകൂടി മാത്രം ആയിരിക്കണം ഒരു ഭേദഗതിക്കുള്ള ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഒരാളൊരു ബില്ല് അവതരിപ്പിക്കുന്നു, നമുക്കത് ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് എന്നല്ലേ, അതായത് പൗരത്വ ഭേദഗതി നിയമം വരികയാണ്. അപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കണം, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കണം,
അത് നമുക്ക് എവിടെയാണ്? ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ഈ ബില്ല് എപ്പോഴും ആദ്യം ലോകസഭയിൽ പിന്നെ രാജ്യസഭയിൽ അങ്ങനെയൊന്നുമില്ല. ഏത് ഹൗസിൽ വേണമെങ്കിലും ഈ ബില്ല് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എന്താണ്, ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഫോർ ദ പേർപ്പസ് ഇൻ ലോക്സഭ ഓൺലി, അല്ലെങ്കിൽ രാജ്യസഭ ഓൺലി എന്നൊക്കെ കൊടുക്കാം. അപ്പൊ എന്താണ്? തെറ്റാണ്. പാർലമെന്റിന്റെ ഏത് ഹൗസിൽ വേണമെങ്കിലും ഈ ബില്ല് അവതരിപ്പിക്കാം ഒരു ഭേദഗതിക്ക് വേണ്ടിയിട്ട്. ഒരു പോയിന്റ് കിട്ടിയല്ലോ. The bill can be introduced either by a minister or by a private member. ഒരു മിനിസ്റ്റർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവിടെയും ചോദിക്കാം ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ദ മിനിസ്റ്റർ നോട്ട് പ്രൈവറ്റ് മെമ്പർ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ബില്ല്, അമെൻമെന്റ് ബില്ല് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു മന്ത്രിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു പ്രൈവറ്റ് മെമ്പർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ഡസ് നോട്ട് റിക്വയർ ദ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ്. അനദർ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ചോദിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ റിക്വയർ പ്രിയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ്. അതായത് ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പം പ്രസിഡന്റിന്റെ മുൻകൂറായിട്ടുള്ള ഒരു അനുവാദം വേണം. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ഭരണഘടനാ ഭേദഗതി ബില്ലല്ലേ, ഈ പ്രസിഡന്റിന്റെ പെർമിഷൻ വേണ്ടി വന്നാലോ എന്നൊക്കെ തോന്നാം. ബട്ട് ദാറ്റ് ഇസ് റോങ്. ഇവിടെ ഡസ് നോട്ട് റിക്വയർ പ്രിയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ മുൻകൂറായിട്ടുള്ള അനുവാദം വേണ്ട ഭരണഘടനാ ഭേദഗതി ബില്ലിൽ. ഓക്കെ, ഇനി the bill must be passed in each house by a special majority. That is a majority of the total membership of the house and a majority of 2/3 of the members of the house present and voting. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ട് ഓരോ ഹൗസിലും പാസ്സാക്കണം. ഇപ്പം ലോകസഭയിൽ അവതരിപ്പിച്ചാൽ ലോകസഭയിൽ നിന്ന് പാസ്സാക്കണം, രാജ്യസഭയിൽ പോയി അവിടെ നിന്നും പാസ്സാക്കണം. പക്ഷെ രണ്ടിടത്തുനിന്നും സ്പെഷ്യൽ മെജോറിറ്റിയിൽ വേണം പാസ്സാക്കാൻ. പ്രത്യേക ഭൂരിപക്ഷം വേണമെന്ന്, സാധാരണ ഒരു ഭൂരിപക്ഷം അല്ല, പ്രത്യേക ഭൂരിപക്ഷം വേണം. അതെന്താ ഈ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്, ആ ഹൗസിലെ മൊത്തം അംഗങ്ങൾ. ഇപ്പൊ നമുക്ക് ലോകസഭയിലാണെങ്കിൽ നമുക്കറിയാം 543 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 543 അംഗങ്ങൾ ഫുൾ അംഗങ്ങളുടെ എണ്ണം എടുക്കും. അതിലെ ഒരു മെജോറിറ്റി, അതിലെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ 10 പേരുണ്ട്, അപ്പൊ മെജോറിറ്റി എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലെ? 50% കൂടുതൽ വരണം. 5 വന്നാൽ ഈക്വൽ ആണ്. 6ഉം 4ഉം ആയി കഴിഞ്ഞാൽ ഈ സൈഡ് മെജോറിറ്റി ആയി 6 എന്ന് പറഞ്ഞുകൊണ്ട് പകുതിയിൽ കൂടുതൽ 50% മുകളിൽ വന്നാൽ നോർമൽ മെജോറിറ്റി ആയി. അപ്പൊ ടോട്ടൽ ഹൗസിൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം, മെജോറിറ്റി അംഗങ്ങൾ അത് ഓക്കെ ആയിരിക്കണം. അത് കൂടാതെ എ മെജോറിറ്റി ഓഫ് 2/3, ഇത് മനസ്സിൽ വെച്ചോണം, 2/3 മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇന്ന് എത്ര പേരാണോ ഈ ഹൗസിൽ വന്നിട്ടുള്ളത്, ആ വന്നിട്ടുള്ള അംഗങ്ങളിൽ 2/3 അംഗങ്ങളും എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയിൽ കൂടുതൽ പേരുടെ സപ്പോർട്ട് വേണം. എത്ര പേരാണോ വന്നിട്ടുള്ളത്, ഇപ്പൊ ചിലവരൊന്നും ചിലപ്പം സഭയിൽ വന്നിട്ടുണ്ടാവണമെന്നില്ല, എന്തെങ്കിലും ആബ്സെൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ വന്നിട്ടുള്ള അംഗങ്ങളിൽ 2/3 പേരും എന്ത് ചെയ്യണം? ഇതിനെ അംഗീകരിക്കണം. എന്നാലാണ് ബില്ല് പാസ്സാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് പാസ്സായി എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം? മൊത്തം അംഗങ്ങളുടെ പകുതിയിൽ കൂടുതൽ പേരും അത് ഓക്കെ പറഞ്ഞു. അന്ന് അത് അവതരിപ്പിക്കുന്ന സമയത്ത് ആ സഭയിൽ ഉണ്ടായിരുന്ന മൊത്തം അംഗങ്ങളിൽ 2/3 പേരും യെസ് പറഞ്ഞു. 2/3 ആളുകളും യെസ് പറഞ്ഞപ്പോഴാണ് ആ ബില്ല് ആ സഭയിൽ പാസ്സാക്കുന്നത്. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. ഈച്ച് ഹൗസ് മസ്റ്റ് പാസ് ദ ബിൽ സെപ്പറേറ്റ്ലി. ഓരോ ഹൗസും സെപ്പറേറ്റ് പാസ്സാക്കണം. ലോകസഭയും പാസ്സാക്കണം, രാജ്യസഭയും പാസ്സാക്കണം. ഇഫ് ദർ ഇസ് എനി ഡിസഗ്രിമെന്റ്, എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് വന്നു, ഈ സഭകൾ തമ്മിൽ ഇപ്പൊ ലോകസഭ അത് പാസ്സാക്കുന്നില്ല, രാജ്യസഭയ്ക്ക് അത് ഓക്കെയാണ്, അങ്ങനെ ഇവർ തമ്മിലൊരു ഡിസഗ്രിമെന്റ് വന്നാൽ, ഒരു സാധാരണ ബില്ലാണെങ്കിൽ ഇങ്ങനെ ഡിസഗ്രിമെന്റ് വന്നാൽ ഇവരെ ജോയിന്റ് സിറ്റിങ്ങിന് വിളിക്കാം പ്രസിഡന്റിന്. ഇവർ ഒരുമിച്ച് ചേർത്തിട്ട് ഇവർക്ക് ഈ ബില്ലിൽ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇഫ് ദർ ഇസ് എനി ഡിസഗ്രിമെന്റ് ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ഹൗസ്. അവിടെ ജോയിന്റ് സിറ്റിംഗിനുള്ള പ്രൊവിഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇൻ കേസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ, ഇഫ് ദർ ഇസ് എനി ഡിസഗ്രിമെന്റ് ദർ ഇസ് എ ചാൻസ് ഫോർ ജോയിന്റ് സിറ്റിംഗ്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഒരു തർക്കം വന്നാൽ ഒരു ജോയിന്റ് സിറ്റിംഗിലൂടെ അത് പരിഹരിക്കാം, ഒരു സംയുക്ത സമ്മേളനത്തിലൂടെ അത് പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. ഇവിടെ അത് പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ട് പാസ്സാക്കണം, പിന്നെ അവിടെ ഒരു തർക്കം വന്നാൽ ജോയിന്റ് സിറ്റിങ്ങിനുള്ള ഓപ്ഷൻ ഇല്ല, ഓരോ ഹൗസും പ്രത്യേകം പാസ്സാക്കണം. ഓക്കെ, ഇനി if the bill seeks to amend the provisions of the constitution, it must be ratified by the legislatures of the half of the states by a simple majority. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പൊ സ്റ്റേറ്റും കൂടി ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ സ്റ്റേറ്റിന്റെ കേസ് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് സിമ്പിൾ മെജോറിറ്റിയിൽ ഇത് പാസ്സാക്കണം എന്ന് പറയുകയാണ്.
പകുതി സ്റ്റേറ്റ് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഇത്ര നേരം നമ്മൾ കണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാസ്സാക്കുമ്പം സ്പെഷ്യൽ മെജോറിറ്റി വേണം എന്നാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രൊവിഷൻസ് ഭേദഗതി വരുത്തുന്ന സമയത്ത്, സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് സംസ്ഥാനങ്ങളിൽ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട, അവിടെ സിമ്പിൾ മെജോറിറ്റി മതി. അത് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും മതി. മൊത്തം സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളിൽ 14 സംസ്ഥാനം, ഇപ്പൊ എക്സാമ്പിൾ GST വരുന്ന സമയത്ത് GST എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരുമ്പോൾ മൊത്തം സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങൾ അത് ഓക്കെ പറഞ്ഞിട്ടാണ് അത് ആ ബില്ല് പാസ്സാക്കുള്ളൂ. അപ്പൊ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് അത് പറയുകയും ചെയ്യണം, അത് ഓക്കെ ആക്കുകയും ചെയ്യണം. അത് അവർ ഏത് മെജോറിറ്റിയിൽ മതി? സിമ്പിൾ മെജോറിറ്റിയിൽ പറഞ്ഞാൽ മതി. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ടോട്ടൽ എത്ര പേരുണ്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ, 50% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ സിമ്പിൾ മെജോറിറ്റിയിലാണ് ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അത്രയും പേരിൽ അവരുടെ 50% കൂടുതൽ വരുമ്പോൾ സിമ്പിൾ മെജോറിറ്റിയിൽ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് പാസ്സാക്കിയിട്ടാണ് പോകുന്നത്. ഓക്കെ, ആഫ്റ്റർ പാസേജ് ഓഫ് ദ ബില്ല് പാസ്സാക്കുകയാണ് ബൈ ബോത്ത് ദ ഹൗസ്. രണ്ട് ഹൗസും പാസ്സാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റ് ടു ദ പ്രസിഡന്റ് ഫോർ ഹിസ് അസന്റ്. പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ആ സമ്മതത്തിന് വേണ്ടിയിട്ട് കൊടുക്കും. ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി. ഇപ്പം സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ പകുതി സ്റ്റേറ്റിന്റെ സിമ്പിൾ മെജോറിറ്റി വന്നു. ലോകസഭയിലും രാജ്യസഭയിലും ആണെങ്കിൽ അവരുടെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ അവർ പാസ്സാക്കി. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പ്രസിഡന്റ് കയ്യിൽ വന്നു. പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ദ അസന്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്രസിഡന്റ് ഉറപ്പായിട്ടും ബില്ലിന് അസന്റ് കൊടുത്തിരിക്കണം, ഒപ്പിട്ടിരിക്കണം. കാരണം ഈ പ്രസിഡന്റിന്റെ പ്രിയർ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട എന്നിരുന്നാൽ പോലും ഈ ബില്ലിന് പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ബില്ലിന്. ഓക്കെ, ഹി ക്യാൻ നെയ്തർ വിത്ത് ഹോൾഡ്, അദ്ദേഹത്തിന് അത് കയ്യിൽ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിട്ടേൺ ചെയ്യാനും പാടില്ല ഈ ബില്ല്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിന് പ്രസിഡന്റ് മസ്റ്റ് ഗീവ് അസന്റ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നാൽ അത് ട്രൂ ആയിരിക്കും. അല്ലെങ്കിൽ ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റായിരിക്കും. ആഫ്റ്റർ ദ പ്രസിഡന്റ് അസന്റ് അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ ബില്ല് എന്താകുന്നു? ബിൽ ആക്ട് ആകുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് എല്ലാം പ്രത്യേകം നോട്ട് ചെയ്തിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിട്ടും നല്ല കോൺഫിഡൻസ് തരും. അപ്പോൾ ഇതിൽ ഒരുപാട് പോയിന്റ്സ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.